ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിനിയാന്നത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെ. അപ്പോൾ മിനിയാന്ന് ഞാൻ കേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അടുത്ത വീഡിയോ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുണ്ടെങ്കിൽ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഐക്കാർഡിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയത് 100 ഗ്രാം ബട്ടർ, 300 ഗ്രാം ഐസിങ് ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബട്ടറിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റ് വരെ നല്ല ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ ഇതിനൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. സൈഡൊക്കെ ഇതുപോലെ സ്ക്രേപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ബട്ടർ നല്ല ക്രീമി ടെക്സ്ചറും അതേപോലെ ഇതിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഐസിങ് ഷുഗർ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളെ കയ്യിൽ ഐസിങ് ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഐസിങ് ഷുഗർ ഇട്ടിട്ടായ ശേഷം ഇതിലേക്ക് ഇനി പാല് അതുപോലെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ കൺസിസ്റ്റൻസി നല്ലോണം ലൂസ് ആവാതിരിക്കാനായിട്ട് കുറച്ച് പാൽ ആദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറിന് 1 ടേബിൾ സ്പൂൺ പാല് മതിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇനി ബീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നല്ല സ്റ്റിഫ് പീക്ക് കിട്ടുന്നത് പോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഫ്രോസ്റ്റിംഗ് ആക്കാം. അപ്പം ഞാൻ ഇവിടെ ഈ കേക്കിനെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈഫ് കൊണ്ടും കട്ട് ചെയ്യുക അല്ലെങ്കിൽ നൂല് കൊണ്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ 3 ലെയറായിട്ടും കട്ട് ചെയ്യാം. കേക്ക് ബോർഡ് ഇല്ലാത്ത ആൾക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പർ കവർ ചെയ്തിട്ട് ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ കേക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് ഷുഗറിന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ്. ഇനി ആദ്യം ഇതിലേക്ക് ക്രീം ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രീം വേണമെങ്കിലും കുറച്ചധികം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒന്നും കൂടി ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ വെക്കുന്നതിന് മുമ്പ് മറ്റ് സൈഡിലും ഇതുപോലെ ഷുഗർ സിറപ്പിൽ വെട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേക്ക്.
ഇനി ക്രീം ഇട്ടിട്ട് ഒന്ന് ഫസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ക്രീം ഇട്ടിട്ട് നല്ലോണം കവർ ചെയ്തെടുക്കാം. പിന്നെ ഇത് വിപ്പിംഗ് ക്രീം അല്ലാത്തത് കൊണ്ട് ബട്ടർ ക്രീം ആയതുകൊണ്ട് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല. ഡയറക്റ്റായിട്ട് 2 കോട്ടും ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കേക്കെല്ലാം റെഗുലറായിട്ടൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ അത്ര വലിയ പ്രൊഫഷണലൊന്നല്ല ഈ ഡെക്കറേഷനെല്ലാം ചെയ്യുന്നതിൽ. അതുപോലെ ടൂൾസും ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈന് വേറെ കളറിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ബാക്കിയുള്ള ബട്ടർ ക്രീമിലേക്ക് കളർ ആഡ് ചെയ്തിട്ട് ഡിസൈൻ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കളറൊന്നും ആഡ് ചെയ്യാതെ ഇതേ കളറിൽ ഡിസൈൻ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈന്. സിമ്പിളായിട്ട് ഈ ഫ്ലവർ നോസൽ യൂസ് ചെയ്തിട്ട് റോസറ്റ് ഡിസൈൻ എഴുതി കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വേർ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ചെറുതായിട്ട് സിമ്പിളായിട്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്ക് ഈ ഡിസൈൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. പിന്നെ ഇതേ നോസൽ വെച്ചിട്ട് താഴെയും ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കുക. പുഷ് ആൻഡ് പുള്ളാക്കിയിട്ട് എടുത്താൽ മതി. നല്ലൊരു ഡിസൈനായിട്ട് ഇത് കിട്ടും. ഇനി ഈ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ കളർഫുള്ളായിട്ടുള്ള വേർമിസിൽ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഷുഗർ ബോൾസ് അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ നടുവിൽ പേര് എഴുതിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ നടുവിൽ ഈ വേർമിസിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രോസ്റ്റിംഗ് തന്നെ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.